ചുരിദാറിൻ്റെയും ബ്ലൗസിൻ്റെയൊക്കെ ബാക്കിൽ നമുക്ക് കെട്ട് വെക്കത്തില്ലേ ആ വള്ളി കണ്ടല്ലേ. അപ്പോൾ അത് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. ഇന്ന് നമുക്കൊരു ഡോറി ഉണ്ടാക്കാം. അതായത് ചുരിദാറിൻ്റെയും ബ്ലൗസിൻ്റെയൊക്കെ അടിയിൽ ബാക്കിൽ കെട്ടുന്ന വള്ളി. ഡോറി എന്ന് പറയുമ്പോൾ ചുരിദാറിൻ്റെ ബ്ലൗസിൻ്റെയൊക്കെ ബാക്കിൽ നമ്മൾ കെട്ടത്തില്ലേ, പിന്നെ ആ ഡോറി ഉണ്ടാക്കാം. അതായത് ടെസ്റ്റിൽ എന്ന് പറയും. അപ്പം ഞാൻ അതിന് വേണ്ടി ക്രോസ് പീസ് എടുക്കുന്നത് കേട്ടോ. കണ്ണക്കിൽ നമ്മൾ വയ്ക്കുന്ന പോലെ ക്രോസ് പീസ് 1.5 ഇഞ്ച് വീതിയിൽ കുറച്ച് നീളത്തിലൊരു തുണി എടുക്കുക. 1.5 ഇഞ്ച് വീതിയൊന്നും വേണ്ട, നമുക്ക് കുറച്ച് നീളത്തിൽ 1.5 ഇഞ്ച് വീതിയിൽ തയ്ച്ച് വരുമ്പോൾ 1.5 ആവൂല കേട്ടോ. കുറച്ച് നീളത്തിൽ നമുക്ക് വേണ്ടതനുസരിച്ച് കുറച്ച് തുണി ഇങ്ങനെ എടുക്കുക. ഓക്കെ. അതിൻ്റെ ഇതെടുത്തതിന് ശേഷം നമുക്കൊരു ഇതേപോലൊരു സ്ക്വയർ എങ്ങനെയെങ്കിലും ഒരു രീതിയിൽ ഒരു അതിൻ്റെ അടിഭാഗത്ത് വെക്കാൻ വേണ്ടി ഇതേപോലെ ഒരു പീസ് കൂടെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ഇതേപോലെ നമുക്ക് ടൊയിൻ കിട്ടും. ഈ ടൊയിന് നമ്മൾ പൈപ്പിംഗ് ത്രെഡെന്ന് പറയും. ഈ പൈപ്പിംഗ് ത്രെഡാണ് ഇത് കേട്ടോ. അത് നമുക്ക് കിട്ടും. അതിൽ നിന്ന് ഞാൻ കുറച്ച് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൊണ്ടാണ് ഇപ്പോൾ ഈ 3 ഭാഗം മതി നമുക്ക് ആ ഡോറി ഉണ്ടാക്കാൻ. ഇത് നമുക്ക് തയ്ച്ച് കാണിക്കാം കേട്ടോ. ഇത് തയ്ക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടിന് മാറ്റണം കേട്ടോ. എന്നിട്ട് പൈപ്പിംഗ് ഒക്കെ ചെയ്യുന്നത് ഈ 1 സൈഡ് ഫൂട്ട് വെച്ചാൽ ലെഫ്റ്റും റൈറ്റും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ആക്കണം. 1 സൈഡ് ഫൂട്ടിട്ടിട്ട് ലെഫ്റ്റും രണ്ട് സൈഡിലും തയ്ക്കുന്ന രീതിയിലുള്ള ഫൂട്ട്സ് നമുക്ക് കിട്ടും കേട്ടോ. ഇട്ടിട്ട് ടൈറ്റ് ആക്കിയതിന് ശേഷം നൂല് രണ്ടും കൂടെ ബാക്കിലോട്ട് ഇട്ടിട്ട് നമ്മുടെ ക്രോസ് കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്ററിലോട്ട് ഈ ടൊയിൻ വെക്കണം. ഈ പീസിൻ്റെ സെൻറ്ററിൽ ടൊയിൻ വെച്ചതിന് ശേഷം ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് മാത്രം ഇച്ചിരി വീതി കൂട്ടി അടിക്കാം കേട്ടോ. അത് പെട്ടെന്ന് വലിക്കുമ്പോൾ നമുക്ക് ഇറങ്ങി വരാൻ വേണ്ടി. എന്നിട്ട് ഈ ടൊയിൻ്റെ സൈഡിൽ കൂടെ അടിച്ചു പോവാം. ഇവിടെ നമുക്ക് ഇങ്ങനെ ചേർത്തിട്ട് കെട്ടിട്ടടിക്കണം. അവിടെ നമ്മൾ ആ ടൊയിൻ വലിക്കുമ്പോൾ ഇവിടെ ഇച്ചിരി വീതി കൂട്ടി അടിക്കണം കേട്ടോ. അപ്പം നമ്മൾ എന്നിട്ട് ആ ആദ്യ ഭാഗത്ത് മാത്രം ഒരു ഇഞ്ചോളം വീതി കൂട്ടി ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇനി ഈ ടൊയിൻ്റെ സൈഡിൽ കൂടെ അടിച്ചു പോവാം ഉണ്ടോ. എന്നിട്ട് ആ നൂലിൻ്റെ തുണിയുടെ നടുക്കോട്ട് ആ ടൊയിൻ വെച്ചതിന് ശേഷം ആ സൈഡിൽ കൂടെ അടിച്ചു പോകാം. സാധാരണ നൂലിൽ സ്റ്റിച്ച് പെടരുത് കേട്ടോ. നൂലിൽ സ്റ്റിച്ച് പെട്ടാൽ നമുക്ക് വലിക്കുമ്പം കിട്ടത്തില്ല. അത് തൊടാതെ അതിൽ ചാരി തയ്ച്ച് പോകാം. ഇവിടെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. 1 സൈഡ് കൂട്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ തയ്ച്ച് വരാൻ പറ്റും കേട്ടോ. അപ്പോൾ നൂലിൻ്റെ കനത്തിൽ നമുക്ക് ഈ വള്ളി റെഡിയാക്കി, അതായത് ഡോറി കിട്ടും. അല്ല, ഞാൻ നമ്മൾ എടുത്ത തുണിയുടെ തീർന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വേസ്റ്റായിട്ട് ഇരിക്കുന്നില്ലേ, ആ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇപ്പുറം വെച്ച് കട്ട് ചെയ്ത് കളയാം. അത്രയും വേസ്റ്റ് തുണി നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോകണ്ട. അത് ഇങ്ങനെ നീളത്തിൽ ആ സ്റ്റിച്ച് ചെയ്തതിനകത്ത് പെടരുത് കേട്ടോ. ഞാൻ തുഞ്ചത്ത് വെച്ച് കട്ട് ചെയ്ത് ഇത് അടിനൂല് മാറി.
എന്നിട്ട് നമുക്ക് ഞാൻ ഈ ഡോറ് കണ്ടല്ലേ, ഈ തുണി നൂലിങ്ങനെ ഈ നൂലിനെ ഇങ്ങനെ വലിക്കുന്നു. ഇവിടെ നമ്മൾ ഇച്ചിരി വീതിക്ക് അടിച്ചിട്ടുണ്ടല്ലോ, ഈ നൂലിനെ കറക്റ്റായിട്ട് ഇങ്ങനെ വലിക്കുമ്പം നമുക്ക് അതിൻ്റെ ചുളിവില്ലാതെ എടുക്കാൻ പറ്റും. കാരണം ആദ്യം ഒത്തിരി ഒന്ന് ഇച്ചിരി ഉടക്കിയിരിക്കും, അത് നമ്മൾ കൈ കൊണ്ടൊന്ന് കുഴ കാണിച്ചു കൊടുത്താൽ. എന്നിട്ട് സ്മൂത്തായിട്ട് ഇതേപോലെ പതുക്കെ വലിച്ചെടുക്കണം. ഉണ്ടാ, ഇത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഉണ്ട് സ്മൂത്തായിട്ട് നമുക്ക് ആ ഡോറിയുടെ ആ നൂലിൻ്റെ വലിപ്പത്തിൽ നമുക്ക് വലിച്ചെടുത്താൽ കണ്ടല്ലോ. എന്നിട്ട് ഈ നൂലിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം, അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ എടുക്കാം. എന്നിട്ട് കണ്ടില്ലേ, നമുക്ക് ഡോറി ശരിയായി, എളുപ്പം വലിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് രണ്ടറ്റവും കനം കുറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെന്ത് ചെയ്യണ്ടേ, നമ്മളൊരു പീസ് വെട്ടിയെടുത്തില്ലേ, അതിനെ ഇങ്ങനെ ക്രോസായിട്ട് മടക്കണം. ഇവിടെ മടക്കായിട്ടിടും. എന്നിട്ട് ഇവിടെ ഇതേപോലെ വെക്കുക. എന്നിട്ട് ഇതിനെ ഈ ഷേപ്പിൽ ഈ വള്ളിയുടെ അറ്റത്ത് നമുക്ക് തയ്ച്ചെടുക്കാം. വെക്കുന്ന ഡയമണ്ട് മാതിരി മടക്കിയതിന് ശേഷം ഇതിനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ വള്ളി നടുക്ക് പോയിട്ടുണ്ട് കേട്ടോ, വള്ളി നടുക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വീതി എത്ര വേണമെന്ന് നമ്മൾ നോക്കുക. കെട്ടിട്ടങ്ങ് നിർത്തത്. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തൂടെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഈ വള്ളിയെ നമുക്കിങ്ങനെ വെച്ച പീസിനെ ഉള്ളിലാക്കിയിട്ട് തിരിച്ചെടുക്കുക. സ്റ്റിച്ച് അകത്ത് പോകും കണ്ടോ, ഇതേപോലെ ഇട്ടു. നമ്മൾ ക്രോസ് എടുക്കുമ്പോൾ ഇതേപോലെ ഷേപ്പിൽ കിട്ടും. ഇത് നമുക്ക് വേണ്ടുന്നതനുസരിച്ച് 2 വള്ളി 3 വള്ളി എത്ര വേണ്ടെന്ന് വെച്ചാൽ ഇതേപോലെ ചെയ്തെടുക്കണം കേട്ടോ. കനം ആ ടോയിൻ്റെ വലുപ്പത്തിൽ ആ സൈഡിൽ കൂടെ ചേർത്ത് എടുക്കാൻ പറ്റും. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. ഞാൻ ഓൺലൈൻ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. ചുരിദാർ, ബ്ലൗസ്, നൈറ്റി, ഫ്രോക്ക്, ഗൗണ്, പിന്നെ പട്ടുപാടൻ ബ്ലൗസ്. ഇത് എല്ലാം കൂടെ പഠിക്കുന്നതിന് 500 രൂപ ഫീസേ ഉള്ളൂ ഒറ്റ ടൈമിൽ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 500 രൂപ പേയ്മെൻറ്റ് അടച്ച് ക്ലാസ്സിൽ കയറുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. ഓക്കെ.